നമസ്കാരം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ജില്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം. പത്തനംതിട്ട തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. തുടർന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പ്രതിരോധ നടപടികൾ പഞ്ചായത്തിൽ തുടങ്ങി. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് കള്ളിങ്ങടക്കം തുടർ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ആലപ്പുഴ തഴക്കരയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. പനി ബാധിച്ച് 3 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കുട്ടി വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. കരമന അഖിൽ വധക്കേസിൽ മുഖ്യപ്രതി വിനീത് പിടിയിൽ. കരമന അഖിൽ വധക്കേസിൽ മുഖ്യപ്രതി വിനീത് പിടിയിൽ. കൊല്ലപ്പെട്ട അഖിലിനെ വിനീത് കല്ലുകൊണ്ട് തലക്കിടിക്കുന്നത് നേരത്തെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കരമന അനന്തു വധക്കേസിലും വിനീത് പ്രതിയാണ്. ചെങ്കൽച്ചൂളയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ബാറിൽ വിനീതും അഖിലും തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നു. കൊലപാതകത്തിലെ മുഖ്യപ്രതിയാണ് വിനീത്. ഇനി കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. എല്ലാ ആപത്തിലും കൂടെ നിന്നിട്ടുള്ളവനാ. തെരുവുനായയുടെ ജന്മദിനം ആഘോഷിച്ച് നാട്ടുകാർ 100 ബിരിയാണി വിതരണം ചെയ്തു. ഒരു നാടിന്റെ കാവൽക്കാരനായ തെരുവുനായ തോമസിന്റെ 12ാം ജന്മദിനം കേക്ക് മുറിച്ചും ബിരിയാണി വിതരണം ചെയ്തും ആഘോഷമാക്കി കൊല്ലം ഇരവിപുരം കെട്ടിടമൂട്ടിലെ നാട്ടുകാർ. ജന്മദിന ആശംസകളുമായി ഫ്ലെക്സും അടിച്ചു. മത്സ്യത്തൊഴിലാളികളായ ഡാൽഫിന്റെ പൊന്നോമനയാണ് തോമസ്. 12 വർഷം മുമ്പ് തീരപ്രദേശത്തെ പാറക്കെട്ടിൽ നിന്ന് കിട്ടിയതാണ് തോമസിനെ. അന്നു മുതൽ ഡാൽഫിന്റെ കുടുംബാംഗമാണ് തോമസ്. ഫ്ലെക്സ് അടിച്ച് വിളംബരം ചെയ്ത് നടത്തിയ പിറന്നാൾ ആഘോഷം ഒരു നാടിന്റെ സന്തോഷമായി മാറി. ബീച്ചിലെത്തിയ സഞ്ചാരികളും കേക്ക് കഴിച്ച് പങ്കാളികളായി. നാട്ടുകാർക്ക് ഒരുക്കിയത് 100 പൊതി ബിരിയാണികളാണ്. ഷിബു, മുത്തപ്പൻ, ബ്രൂണോ എന്നീ തെരുവുനായകളും കെട്ടിടമൂട് ദേശക്കാരുടെ കാവൽക്കാരാണ്. വോട്ട് ചെയ്താൽ നൽകാമെന്ന് പറഞ്ഞ പണം കിട്ടിയില്ല. കിട്ടിയ സാരിക്ക് ഗുണമേന്മയുമില്ല, പ്രതികരിച്ച വോട്ടർമാർ. ആന്ധ്രയിൽ വോട്ടിന് പണവും മറ്റ് സമ്മാനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചതിനുള്ള തെളിവുകൾ പുറത്ത്. വോട്ട് ചെയ്താൽ നൽകാമെന്ന് ഏറ്റിരുന്ന പണവും സമ്മാനങ്ങളും എവിടെയെന്ന് ചോദിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവിനോട് തട്ടിക്കയറുന്ന വോട്ടർമാരുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഏത് പാർട്ടിയുടെ പ്രതിനിധി എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. പൽനാട് ജില്ലയിലെ സത്തനാപ്പള്ളിയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ. അതേസമയം മറ്റൊരിടത്ത് YSRCP വിതരണം ചെയ്ത സാരിക്ക് ഗുണമേന്മ പോരാ എന്ന് കാട്ടി വോട്ടർമാർ പ്രതിഷേധിച്ചു. തങ്ങൾക്ക് കിട്ടിയ സാരികൾ വലിച്ചെറിയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഒരു വോട്ടിന് 3000 മുതൽ 5000 രൂപ വരെ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയതായാണ് റിപ്പോർട്ടുകൾ.